വിദേശത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ ₹1 പോലും നികുതി കൊടുക്കേണ്ടതില്ല. പോരാത്തതിന് നമ്മുടെ യുവാക്കൾക്ക് അവിടെ ആയിരക്കണക്കിന് തൊഴിൽ വിസകളും. കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു ലോട്ടറി അടിച്ചതുപോലെ തോന്നില്ലേ? സാധാരണഗതിയിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിടാൻ ഒരു മെഗാ സീരിയൽ പോലെ വർഷങ്ങൾ നീളുന്ന ചർച്ചകൾ ഒക്കെ വേണ്ടി വന്നേക്കും. എന്നാൽ വേഗത്തിൽ തീരുന്ന ഒരു 2020 മാച്ച് പോലെ വെറും 9 മാസം കൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു നയതന്ത്ര മിന്നലാക്രമണത്തിൽ ന്യൂസിലാൻഡ് അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സുവർണ അവസരമാകുമ്പോൾ ആഗോള വിപണിയിൽ വിയർക്കാൻ പോകുന്നത് സാക്ഷാൽ ചൈനയാണ്. ഇന്ത്യക്കാർക്ക് ഈ കരാർ എങ്ങനെയാണ് അവിശ്വസനീയമായ നേട്ടങ്ങൾ നൽകുന്നതെന്ന് നോക്കാം. കരാർ പ്രാബല്യത്തിൽ വരുന്ന ആദ്യ ദിവസം തന്നെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 8284 ഇനം ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാൻഡിൽ പൂർണ്ണമായും നികുതി ഇളവ് ലഭിക്കും. നിലവിൽ തുണിത്തരങ്ങൾ, സെറാമിക്സ്, വാഹനങ്ങൾ തുടങ്ങി 450ഓളം ഇനങ്ങൾക്ക് അവിടെ 10% വരെ നികുതി ഈടാക്കുന്നുണ്ട്. അതെല്ലാം ഇനി പഴങ്കഥയാകും. അടുത്ത 15 വർഷത്തിനുള്ളിൽ $2000 കോടി വൻ വിദേശ നിക്ഷേപമാണ് ഇതിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുക. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കുമാണ് അടുത്ത വലിയ ചാകര. പ്രതിവർഷം 1667 ഇന്ത്യക്കാർക്ക് 3 വർഷത്തെ താൽക്കാലിക തൊഴിൽ വിസകൾ ലഭിക്കും. ഇതിൽ 1446 വിസകൾ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്കിൽഡ് മേഖലകളിലേക്കും ബാക്കി 500 യോഗ അധ്യാപകർ, ഷെഫുമാർ, ആയുർവേദ ഡോക്ടർമാർ എന്നിവർക്കുമാണ്. ന്യൂസിലൻഡിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ആഴ്ചയിൽ 20 മുതൽ 25 മണിക്കൂർ വരെ ജോലി ചെയ്യാം. ബിരുദം കഴിഞ്ഞവർക്ക് 2 വർഷവും, സയൻസ് ടെക്നോളജി ബിരുദക്കാർക്ക് 3 വർഷവും, PhD കഴിഞ്ഞവർക്ക് 4 വർഷവും അവിടെ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും. ഇതിനെല്ലാം പുറമെ എല്ലാ വർഷവും ഇന്ത്യക്കാർക്കായി 1000 വർക്ക് ആൻഡ് ഹോളിഡേ വിസകളും നൽകും. ഇന്ത്യൻ മരുന്നുകൾക്ക് ഇനി ന്യൂസിലാൻഡിൽ പ്രത്യേക നൂലാമാലകളില്ലാതെ അംഗീകാരം ലഭിക്കുമെന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് റെക്കോർഡ് വേഗത്തിൽ ഈ കരാർ അന്തിമമാക്കിയത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നേരിട്ടാണ് ഈ ചരിത്ര നേട്ടം ആദ്യം പ്രഖ്യാപിച്ചത്. വ്യാപാരം ഒരു വഴിക്ക് മാത്രമല്ല, ഇന്ത്യയും ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന 70% ഇനങ്ങൾക്കും തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം തന്നെ മരത്തടി, കമ്പിളി, മാംസം, ലെതർ തുടങ്ങിയ 30% ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂർണ്ണമായും ഒഴിവാക്കും. ശരാശരി 16.2% നികുതി ഘട്ടം ഘട്ടമായി 9.06% ഇന്ത്യ കുറയ്ക്കും. എന്നാൽ ഈ കരാറിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴും ഇന്ത്യ സ്വന്തം അതിരുകൾ കൃത്യമായി കാത്തു സൂക്ഷിച്ചു എന്നതാണ്. നമ്മുടെ കർഷകരെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ക്ഷീര ഉൽപ്പന്നങ്ങൾ, സവാള, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണ, റബ്ബർ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഒരു ഇളവും നൽകിയിട്ടില്ല. അതായത് നിങ്ങളുടെ പാൽ ഇവിടെ വന്ന് വിൽക്കേണ്ട, പകരം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ അവിടെ കൊണ്ടുപോയി വിൽക്കാം എന്ന ഇന്ത്യയുടെ കർശന നിലപാടിന്റെ മുന്നിൽ ന്യൂസിലാൻഡ് വഴങ്ങുകയായിരുന്നു. മാത്രമല്ല, കിവി, ആപ്പിൾ, തേൻ ഉൽപാദനത്തിൽ ഇന്ത്യൻ കർഷകർക്ക് വൈദഗ്ധ്യം നൽകാൻ ന്യൂസിലൻഡിന്റെ അഗ്രി ടെക്നോളജി പദ്ധതിയും ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഈ കരാർ ചൈനയ്ക്ക് എങ്ങനെയാണ് പണിയാകുന്നത് നോക്കാം. ന്യൂസിലാൻഡ് പോലൊരു വികസിത വിപണിയിൽ നികുതിയില്ലാതെ ആയിരക്കണക്കിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ ഒഴുകിയെത്തുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് അവിടെ ആധിപത്യം പുലർത്തുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളെ തന്നെയാണ്. ഗുണമേന്മയുള്ള ഇന്ത്യൻ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ചൈനീസ് വിപണി അവിടെ സ്വാഭാവികമായി തകർന്നടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ കയറ്റുമതിക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ അല്ലെങ്കിൽ തൊഴിലന്വേഷകർക്കുമൊക്കെ ഇതൊരു സുവർണ അവസരം തന്നെയാണ്. സ്വന്തം കാർഷിക മേഖലയെ ഒട്ടും അടിയറവ് വയ്ക്കാതെ തന്നെ മറുഭാഗത്ത് വലിയ വാണിജ്യ നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും എതിരാളികളെ അപ്രസക്തരാക്കുകയും ചെയ്ത ഈ ഒരു കരാർ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം വളരെ തർക്കമില്ലാത്തൊരു കാര്യമാണ്. കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇനി ലോക വിപണിയിലേക്ക് കുതിക്കും.